ഖത്തീബ് ഉസ്താദ് ഇപ്പോൾ പ്രസംഗിക്കുന്നുള്ള പരിപാടി അമ്പലത്തിലാണ്. അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത. നമുക്ക് എന്തായാലും അടുത്ത കുറച്ച് വിഷ്വൽസ് എല്ലാം കാണാം. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അതാണ്. എല്ലാ മറ്റേ മതങ്ങള് ശാന്തിയും സമാധാനത്തിനും മാത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നതും. നേരത്തെ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ സർവ്വജനാംഗോ സുഖീഭവ മതം പറയുന്നത് അതല്ലേ. എല്ലാവരും ഇവിടെ സുഖസമൃദ്ധരായി ജീവിക്കണം. മതത്തെ പുൽകി ജീവിക്കുന്നവൻ, മതത്തിന്റെ ആശയാദർശങ്ങളെ ജീവിതത്തിൽ പുൽകുന്നവൻ, നിശ്ചയം നിങ്ങളേക്ക് ഞങ്ങൾ പഠിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ആ പ്രിയപ്പെട്ട മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങളെ പല ഗോത്രങ്ങളാക്കി, നിങ്ങളെ പല വ്യത്യസ്തപ്പെട്ട പാർട്ടികളാക്കി. എന്തിന് കേവലം പരസ്പരം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരേ മാതാവിന്റെയും ഒരേ പിതാവിന്റെയും മക്കളാണ് എന്ന് പറയുമ്പോ അവിടെ ഹൈന്ദവനെന്നോ ക്രിസ്ത്യാനിയെന്നോ ബൗദ്ധനെന്നോ പാർസിയെന്നോ മുസ്ലിമെന്നോ അമുസ്ലിം എന്നുള്ള ചേർതിരിവില്ലാതെ ഖാലിഖായ ദൈവം തമ്പുരാൻ അങ്ങനെ പറയുമ്പോ നമ്മൾ ആലോചിക്കണം. ശ്ലോകങ്ങൾ പോലും പറയുന്നത് അതല്ലേ, നമ്മള് ഒരേ കുടുംബമാണ്, നമ്മൾ ഒരേ കുടുംബമാണ്. ഇത് ആലോചിച്ചവനിക്ക് എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ വർഗീയത പറയാൻ തോന്നുക?